അപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ 1-ാം തീയതി 1/6/2026 മദ്യനയം സംബന്ധിച്ച് ബന്ധപ്പെട്ട മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തണം, നല്ലൊരു ചർച്ച നടത്തി ആ വികാരമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മദ്യവ്യാപനം അതിനെതിരെയുള്ള പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കണം എന്നെല്ലാം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എക്സൈസ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു, അത് സംബന്ധിച്ച് കത്തും കൊടുത്തിരുന്നു. പക്ഷേ ബജറ്റ് തിരക്കാണ് എന്നുള്ള രീതിയിലായിരിക്കണം പിന്നെ അത് നീണ്ടുപോയത്. പക്ഷെ അത് നീണ്ടുപോയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഈ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ജൂൺ 1-ന് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകുന്നു. UDF പ്രകടന പത്രികയിലെ പോലെ മദ്യവ്യാപനം തടയാനുതകുന്ന മദ്യനയം തയ്യാറാക്കണം, അതിനായി ബന്ധപ്പെട്ടവരുമായൊക്കെ ചർച്ച ചെയ്യണം. എന്നാൽ സുധീരൻ്റെ ഈ കത്ത് മുഖ്യമന്ത്രി അവഗണിച്ചു. സുധീരന് മറുപടി പോലും നൽകിയില്ല. ബജറ്റ് തയ്യാറാക്കുന്ന തിരക്കുകൾ കാരണമാകാമെന്ന് സുധീരൻ ധരിച്ചു. പക്ഷേ മദ്യവ്യാപനത്തിന് കാരണമാവുന്ന ഒരു തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി മാനസികമായി തയ്യാറെടുത്ത് നിൽക്കുന്ന സമയത്ത് വന്ന സുധീരൻ്റെ നിർദ്ദേശം അവഗണിച്ചു. മെയ് 21 മുതൽ 24 ദിവസം നികുതി നിശ്ചയിക്കാനുള്ള ഫയൽ സ്വന്തം പക്കലുണ്ടായിട്ടും കത്തുകൊടുത്ത സുധീരനോടോ എക്സൈസ് മന്ത്രിയോടോ പാർട്ടിയോടോ മുന്നണി നേതൃത്വത്തോടോ മുഖ്യമന്ത്രി ഇതേപ്പറ്റി ഒറ്റയക്ഷരം മിണ്ടിയിട്ടില്ല. ദുരൂഹത ഒഴിയാതെ നിൽക്കുന്ന മുഖ്യൻ്റെ മദ്യ ഡീൽ എന്നല്ലാതെ ഈ ഭരണശൈലിയെ എന്താണ് വിളിക്കേണ്ടത്?